ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇതാ ഈ കാണുന്നത് പോലെ തന്നെ 2-3 ലീഫും ഒരു സ്റ്റെമ്മുമായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതിയൊരു ബീഡ്സ് നോക്കാം. അപ്പോൾ മൈക്രോ ബീഡ്സ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. കണ്ടോ, ഇതുപോലെ ഹോളൊന്നും ഇല്ലാതെ കുഞ്ഞ് നല്ല ചെറുത്, അതായത് ഹോളൊന്നും ഇല്ലാതെ കുഞ്ഞിതായി കാണുന്ന രീതിയിൽ തന്നെ കുഞ്ഞായിരിക്കും. ഇതിനെയാണ് മൈക്രോ ബീഡ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല, സ്റ്റിക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതതുപോലെ തന്നെ റേറ്റും ഉണ്ട്. ഇത് 20 ഗ്രാമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 20 ഗ്രാം 35-40 എന്തോ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് പല കളറിലും അവൈലബിൾ ആണ്. ഇത് കുറച്ച് നാളായി വാങ്ങി വെച്ചിട്ട്, അപ്പോൾ ഇപ്പോൾ എന്തായാലും ആരി ക്ലാസ്സിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഷുഗർ ബീഡ്സ് ആണ്. അതായത് ലീഫും സ്റ്റെമ്മും എല്ലാം ഔട്ട്ലൈൻ കൊടുത്തെടുത്തതിന് ശേഷം അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈക്രോ ബീഡ്സ് ഫില്ല് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതായത് കാണുമ്പോൾ പോലെ നമ്മുടെ സാധാ സീം ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എന്താ ഈ കാണുന്നത് പോലെ തന്നെ ലീഫിൽ നമ്മുടെ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതാ കണ്ടോ, ഇതുപോലെ ഓരോരോ ബീഡ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, 1-2 നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് നമുക്ക് എടുക്കണം. അതുപോലെ ഇത് നമുക്ക് എന്ത് വേണം, ഈ ചിത്രശലഭമൊക്കെ വരച്ചിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. അല്ലാതെ ഫ്ലവറിനകത്ത് അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതൊരു വർക്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം പെട്ടെന്ന് ഇന്ന് രാവിലെ കിട്ടിയ വർക്കാണ് വൈകിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുത്താൽ മതി. ഔട്ട്ലൈനും കൊടുത്ത് അതിനകത്ത് ഗമ്മ്, പിന്നെ ഉണങ്ങാൻ കുറച്ച് ഒരു 2-3 മണിക്കൂർ 3-4 മണിക്കൂർ ആവശ്യമാണ് ഇതിന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. നല്ല വൃത്തിയായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഔട്ട്ലൈനായിട്ട് ഷുഗർ ബീഡ്സ് മാത്രമല്ല, നമുക്ക് കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ സർദോസി, അങ്ങനെയുള്ള ബീഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഔട്ട്ലൈനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആ ലീഫ് സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. ഇപ്പം ഞാനിവിടെ ഇതാ കണ്ടോ, സ്റ്റെമ്മും ലീഫും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഗം സ്പ്രെഡ് ചെയ്ത് മൈക്രോ ബീഡ്സ് ഇടാനാണ് പോകുന്നത്. കണ്ടല്ലോ, ഇങ്ങനെ ഇത്രയും നല്ല കുഞ്ഞി തരി പോലെയാണ് ഈ മൈക്രോ ബീഡ്സ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, നല്ല ചെറുതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അതിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കതിനകത്ത് എന്ത് ചെയ്യാം, ഗമ്മ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പക്ഷേ ബീഡ്സിൻ്റെ പുറത്താകല്ലേ ഗമ്മ്, എങ്കിൽ അതിൽ എന്ത് ചെയ്യും, ഈ ബീഡ്സ് ഒട്ടിയിരിക്കും. അതുകൊണ്ടാണ് ബീഡ്സിന് പുറത്താകാതെ അതിന് അകത്ത് മാത്രം എന്ത് ചെയ്യുക, ഗമ്മ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നു. അഥവാ ബീഡ്സിൻ്റെ മുകളിൽ വല്ലതും ഗമ്മാവുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ക്ലോത്തോ നമ്മുടെ കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുക. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും എന്ത് ചെയ്ത് ഗമ്മ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശേഷം എന്താ ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് ഈ മൈക്രോ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ അതായത് ഇങ്ങനെ അതായത് നമ്മുടെ എന്തോന്നിലാണോ അതിരിക്കുന്നത് അതിൽ വെച്ചതിന് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് അതിലങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കി എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണിത്. കണ്ടോ, ആരി വർക്ക് അറിഞ്ഞുകൂടാത്തവർക്കായാലും സ്റ്റെമ്മെല്ലാം നമ്മുടെ കൈ സൂചി വെച്ചിട്ട് എന്ത് ചെയ്യുക, ബീഡ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു വർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ. ഇനി ഇതൊരു 3-4 മണിക്കൂർ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഫുള്ളായിട്ട് ബാലൻസ് ഉള്ളതെല്ലാം ബീഡ്സും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ അതങ്ങ് പൊക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. കണ്ടോ,
ഇതുപോലെ ഫുള്ളായിട്ട് അതിൽ ഇരുന്നു. അപ്പോൾ ട്രൈ ആയതിനു ശേഷം കാണാം. അപ്പോൾ ഇതാണ് ട്രൈ ആയതിനു ശേഷമുള്ള ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.